നമസ്കാരം ചങ്ങായിമാരെ. ഇന്ന് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് ഒരു പെൺകുട്ടിയാണ്. മനുഷ്യ മാംസങ്ങളടക്കം പച്ചയ്ക്ക് ഭക്ഷിക്കുന്ന ഒരു പെൺകുട്ടി. 2016 പുറത്തിറങ്ങിയ റോ എന്ന ഫ്രഞ്ച് ചലച്ചിത്രമാണ് ഇന്ന് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ ലെറ്റ്സ് ഡൈവ് ഇൻടു മൂവി. സിനിമയുടെ തുടക്കത്തിൽ നമുക്ക് ഒരു കാറ് കാണാനാവും. അത് വിജനമായ ഒരു റോഡിലൂടെ വേഗത്തിൽ പാഞ്ഞു പോവുകയാണ്. ആ കാറല്ലാതെ ആ റോഡിൽ മറ്റൊന്നും കാണാനുമില്ല. പെട്ടെന്ന് ആരോ കാറിൻ്റെ മുന്നിലേക്ക് വരുന്നു. അതിനാൽ കാറിൻ്റെ കൺട്രോൾ പോവുകയും റോഡ് സൈഡിലുള്ള ഒരു മരത്തിലേക്ക് ഇടിച്ച് തകരുകയും ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഒരു ഫാമിലിയെ കാണിക്കുന്നു. അവർ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഒരു വെജിറ്റേറിയൻ ഫാമിലിയാണ് അവർ. ആ കുടുംബത്തിൽ അമ്മ, അച്ഛൻ, അവരുടെ മകൾ ജസ്റ്റിൻ എന്നിവരാണുള്ളത്. ഈ ജസ്റ്റിനാണ് നമ്മുടെ നായിക. ജസ്റ്റിൻ്റെ അമ്മ എല്ലാ കാര്യത്തിലും കുറച്ചധികം സ്ട്രിക്റ്റ് ആണ്. അവരുടെ കുടുംബത്തെയും തന്നെ പോലെ തന്നെ തൻ്റെ വെജിറ്റേറിയൻ ഫുഡ് ഫോളോ ചെയ്യിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല ഒരു ചെറിയ ഇറച്ചി കഷ്ണം അവളുടെ പ്ലേറ്റിൽ കണ്ടതിൻ്റെ പേരിൽ അവിടെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. ഈ കുടുംബത്തെ കാണുമ്പോൾ അവരെന്തോ കാരണത്താൽ ഡിസ്റ്റർബഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ജസ്റ്റിൻ്റെ ആ സ്കൂളിലെ ആദ്യത്തെ വർഷമായിരുന്നു അത്. ജസ്റ്റിന് മുമ്പ് അവളുടെ ഒരു സിസ്റ്റർ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. പേര് അലക്സിയ. അതുമാത്രമല്ല അവരുടെ പാരൻസും അവിടെ തന്നെയായിരുന്നു പഠിച്ചത്. അവർ രണ്ടുപേരും അവിടെ വെച്ചാണ് ആദ്യമായി കണ്ടുമുട്ടുന്നതും. ജസ്റ്റിൻ്റെ പാരൻസ് അവളെ സ്കൂളിലാക്കിയതിനു ശേഷം തിരികെ പോകുന്നു. ആദ്യ ദിവസമല്ലേ രാത്രി അവർക്ക് റാഗിങ് അനുഭവിക്കേണ്ടി വരുന്നു. അവർ എല്ലാ പുതിയ കുട്ടികളെയും ഒരുപാട് കഷ്ടപ്പെടുത്തി. ആദ്യം അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവരുടെ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെയായി വലിച്ചിട്ട് കൂടാതെ അവരുടെ കിടക്കയും എടുത്ത് താഴേക്കിടുന്നു. രാത്രി മുഴുവൻ ഇത്തരത്തിൽ അവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പിന്നീട് അവർ പാർട്ടി നടത്തി കുടിച്ച് എൻജോയ് ചെയ്തു. നമ്മുടെ ജസ്റ്റിൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൾ വളരെയധികം അൺകംഫർട്ടബിൾ ആയിരുന്നു. പിന്നീട് അവൾ അലക്സിയെ കാണുന്നു. അവൾ ഒരുപാട് മാറിയിരുന്നു. ജസ്റ്റിനെ പോലെ ഒരു നാണക്കാരി ആയിരുന്നില്ല അലക്സിയ. നല്ല ബോൾഡായ പെൺകുട്ടിയായിരുന്നു. അടുത്ത ദിവസം പുതിയ സ്റ്റുഡൻസിന് വീണ്ടും റാഗിങ് അനുഭവിക്കേണ്ടതായി വരുന്നു. സീനിയേഴ്സ് അവരുടെ വെള്ള കോട്ടിൽ രക്തമൊഴിക്കുന്നു. എന്നിട്ട് കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന് പറയുന്നു. ഇവിടെ എൻജോയ് ചെയ്യണമെന്നും ആഘോഷിക്കണമെന്നും സീനിയേഴ്സ് പറയുന്നു. അവരും പാർട്ടിക്കും കുടിക്കാനും കൂടെയുണ്ടാവുമെന്നും പറയുന്നു. വീണ്ടും റാഗിങ്ങിൻ്റെ പേരിൽ അവരെ പച്ച ഇറച്ചി കഴിക്കാൻ നിർബന്ധിക്കുന്നു. മുയലിൻ്റെ ഇറച്ചിയായിരുന്നു അതിൽ പ്രധാനം. പക്ഷേ ജസ്റ്റിൻ അവരെ എതിർക്കുന്നു. താനും തൻ്റെ ഫാമിലിയും വെജിറ്റേറിയൻ ആണെന്നും അവൾ പറയുന്നു. പക്ഷേ അലക്സിയ സഹോദരിയായിട്ട് കൂടി അത് സമ്മതിക്കുന്നില്ല. മാത്രമല്ല അലക്സിയ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പച്ച ഇറച്ചി കഴിക്കുകയും ചെയ്യുന്നു. ജസ്റ്റിനെയും നിർബന്ധിച്ച് ഒരു പീസ് ഇറച്ചി കഴിപ്പിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായതിനാൽ ജസ്റ്റിന് അത് അറപ്പ് തോന്നി. അവിടെ ജസ്റ്റിൻ്റെ റൂംമേറ്റ് അഡ്രിയൻ കൂടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി ജസ്റ്റിന് തൻ്റെ തൊലിയിൽ എന്തോ മാറ്റം കാണുന്നു. അവൾക്ക് ഇറച്ചി അലർജിയാണെന്ന് മനസ്സിലാവുന്നു. അവളുടെ ശരീരം മുഴുവൻ റാഷസ് രൂപപ്പെട്ടു. അവൾക്ക് വളരെയധികം വേദനയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ ഇക്കാര്യം ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചു. പിന്നീട് അവൾ ഈ അലർജി ഒരു നേഴ്സിനെ കാണിക്കുന്നു. അവർ ജസ്റ്റിന് കുറച്ച് മരുന്ന് കൊടുത്ത് പേടിക്കേണ്ട, ശരിയായിക്കോളുമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള അലർജികൾ നോർമലാണെന്നും പറഞ്ഞ് അവളെ വിടുന്നു. പക്ഷേ സത്യത്തിൽ ജസ്റ്റിൻ്റെ കാര്യം മറ്റൊന്നായിരുന്നു. അത് ആ നേഴ്സിന് മനസ്സിലാവുകയും ചെയ്തു. കാരണം ഇതുപോലുള്ളൊരു കേസ് അവർ മുൻപ് കണ്ടിട്ടുണ്ട്. ജസ്റ്റിൻ ഇറച്ചി കഴിച്ച ദിവസം മുതൽ അവൾ മറ്റൊരു രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. വാസ്തവത്തിൽ അവൾക്ക് ഇറച്ചി അഡിക്ഷനായി മാറിയിരുന്നു. അടുത്ത ദിവസം അഡ്രിയൻ ജസ്റ്റിനെ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ കൊണ്ടുപോയി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൾ ഒരു ചിക്കൻ പീസ് മോഷ്ടിക്കുന്നത് അവൻ കണ്ടിരുന്നു. ചെറുപ്പം മുതൽ വെജിറ്റേറിയൻ ആയതിനാൽ ജസ്റ്റിന് ഇറച്ചി കഴിക്കുന്നത് ഒരു പുതിയതും വേറിട്ടതുമായ അനുഭവമായിരുന്നു. അവളത് വളരെയധികം എൻജോയ് ചെയ്യുകയുമായിരുന്നു. ഇറച്ചിയില്ലാതെ ഒരു ദിവസം പോലും കഴിയാൻ അവൾക്ക് സാധിക്കാതെ വരുന്നു. ദിവസം കഴിയുന്തോറും ആ അഡിക്ഷൻ കൂടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ദിവസവും രാത്രി അവൾ ഫ്രിഡ്ജിൽ നിന്നും പച്ച ഇറച്ചി എടുത്ത് കഴിച്ചു തുടങ്ങി. അത് അവൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ഈ മാറ്റങ്ങൾ കാരണം അവൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയാവുന്നു. മാർക്ക് വളരെ കുറഞ്ഞു തുടങ്ങി. പ്രിൻസിപ്പൽ അവളോട് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറയുന്നു. തനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ജസ്റ്റിന്. ഒരു ദിവസം അവൾ ആരുടെയോ മുടി വിഴുങ്ങിയതായി ജസ്റ്റിന് അനുഭവപ്പെട്ടു. എന്നിട്ട് അവൾ ആ മുടി പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു. ആ സീനൊക്കെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ഒരു ദിവസം ജസ്റ്റിനും അലക്സിയയും ഒരു മുറിയിൽ താമസിക്കുകയായിരുന്നു. അലക്സിയ ജസ്റ്റിൻ്റെ ശരീരത്തിലെ രോമം ശ്രദ്ധിക്കുന്നു. അത് കളയുന്നതിനായി അവൾ കിടക്കയിൽ കിടക്കുന്നു. അലക്സിയ കത്രിക എടുത്തപ്പോൾ ജസ്റ്റിൻ പേടിച്ചെഴുന്നേറ്റു. ജസ്റ്റിൻ അലക്സിയെ ചവിട്ടിത്തെറിപ്പിക്കുന്നു. നിർഭാഗ്യവശാൽ അലക്സിയയുടെ ഒരു വിരൽ മുറിഞ്ഞു പോകുന്നു. തൻ്റെ വിരലിൻ്റെ അവസ്ഥ കണ്ട് അലക്സിയ മയങ്ങി വീഴുന്നു. ഇത് കണ്ട് ജസ്റ്റിൻ ഉടനെ ആംബുലൻസ് വിളിക്കുന്നു. 15 മിനിറ്റ് കഴിഞ്ഞ് എത്തുകയുള്ളൂ എന്നാണ് മറുപടി ലഭിക്കുന്നത്. അവർ ജസ്റ്റിനോട് മുറിവിൽ ഐസ് വെച്ച് രക്തമൊഴുകുന്നത് നിർത്താൻ പറയുന്നു. പക്ഷേ ജസ്റ്റിൻ ഒന്നും ചെയ്യുന്നില്ല. അവൾ അലക്സിയെ ആ അവസ്ഥയിൽ തന്നെ ഉപേക്ഷിക്കുന്നു. ജസ്റ്റിൻ അലക്സിയയുടെ മുറിഞ്ഞുപോയ വിരലെടുത്ത് തുറിച്ചു നോക്കാൻ തുടങ്ങി. എന്നിട്ട് ജസ്റ്റിൻ ആ വിരലിൽ നിന്ന് വരുന്ന രക്തം കുടിക്കും. പിന്നീട് ആ വിരൽ തന്നെ തിന്നാൻ തുടങ്ങും. അലക്സിയയുടെ വിരലിൻ്റെ രുചി അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അവളത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ ജസ്റ്റിയ ഒരു കാനിബലായിരുന്നു, മനുഷ്യമാംസം ഇഷ്ടപ്പെടുന്നവൾ. പെട്ടെന്ന് അലക്സിയയ്ക്ക് ബോധം വരുന്നു. ജസ്റ്റിൻ തൻ്റെ വിരൽ കഴിക്കുന്നത് കണ്ട് അലക്സിയ ഞെട്ടിത്തരിക്കുന്നു.
ശേഷം അലക്സിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവളുടെ പാരൻസും അവിടെ എത്തിയിരുന്നു. ജസ്റ്റിൻ തൻ്റെ വിരലുകൾ ഭക്ഷിച്ചതാണെന്ന് അവൾ ആരോടും പറയുന്നില്ല. ആ സത്യം അവൾ മറച്ചുവെക്കുന്നു. പകരം ഒരു പട്ടി ചെയ്തതാണ് ഇതൊക്കെയെന്ന് പറയുന്നു. കാലക്രമേണ ജസ്റ്റിൻ രക്തത്തിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരുന്നു. ഇവിടെ വെച്ച് ഒരു വലിയ രഹസ്യം പുറത്തു വരുന്നു. സിനിമയുടെ തുടക്കത്തിലെ ഒരു കാർ ആക്സിഡൻറ്റ് സീനിലെ അതിൽ വഴിയിലേക്ക് വരുന്നത് മറ്റാരുമായിരുന്നില്ല, അലക്സിയായിരുന്നു. അവൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമായിരുന്നു. ഡ്രൈവറെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് ആക്സിഡൻ്റ് ഉണ്ടാക്കി അവരുടെ മരണം ഉറപ്പിക്കുകയാണ് അവൾ ചെയ്യുന്നത്. ചിലർ മരിക്കും, ചിലർക്ക് പരിക്ക് പറ്റും. അലക്സിയയും ഒരു കാനിബൽ ആണെന്നുള്ള രഹസ്യം പുറത്തു വരുന്നു. ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റുന്ന അല്ലെങ്കിൽ മരിക്കുന്നവരുടെ രക്തം അലക്സിയ ആസ്വദിച്ച് കുടിക്കുമായിരുന്നു. അവരുടെ മാംസം ഭക്ഷിക്കുകയും ചെയ്യും. അലക്സിയ ഇങ്ങനെയായിരുന്നു അവളുടെ അഡിക്ഷൻ ശമിപ്പിച്ചിരുന്നത്. ആ സ്ഥലത്ത് ആൾപ്പാർപ്പില്ലാത്തതിനാൽ പോലീസ് ആരെയും സംശയിച്ചതുമില്ല. അലക്സിയ അവരുടെ മാംസം ഭക്ഷിക്കുന്ന രംഗങ്ങളൊക്കെ വളരെ ഡിസ്റ്റർബിംഗ് ആണ്. ഇതൊക്കെ കണ്ട് ജസ്റ്റിന് വളരെ വിഷമമുണ്ടാകുന്നു. അലക്സിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അലക്സിയ പരിക്ക് പറ്റിയ ഒരാളുടെ മാംസം ഭക്ഷിക്കുമ്പോൾ ജസ്റ്റിൻ പറയും ഇത് തെറ്റാണെന്ന്. പക്ഷേ അലക്സിയ ദേഷ്യത്തോടെ പറയും നീയും ഇതിന് അഡിക്റ്റായി കഴിഞ്ഞിരിക്കുന്നു, നിനക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതിപ്പോൾ ചെയ്തതെന്നും അലക്സിയ പറയുന്നു. ആ ദിവസം ജസ്റ്റിൻ അവളുടെ രക്തദാഹം കൺട്രോൾ ചെയ്ത് സ്കൂളിലേക്ക് വരുന്നു. സമയം പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു. ജസ്റ്റിൻ 2 കണ്ടീഷനിടയിലും പെട്ട് കഷ്ടപ്പെടുകയാണ്. നോർമൽ ലൈഫ് ലീഡ് ചെയ്യണോ അതോ കാനിബൽ ലൈഫ് പിന്തുടരണോ എന്ന് അവൾക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. ജസ്റ്റിൻ അവളുടെ റൂംമേറ്റ് ആൻഡ്രിയനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. പക്ഷേ കാര്യങ്ങൾ അവളുടെ കൈകളിലായിരുന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും അവൾക്ക് രക്തത്തോടും മാംസത്തോടുമുള്ള ആശ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. 2 സഹോദരിമാർക്കും അറിയാം അവർ സാധാരണ മനുഷ്യരല്ല, കാനിബിളാണെന്ന്, അതായത് മനുഷ്യൻ്റെ ശത്രുക്കൾ. നിനക്ക് ഈ സത്യം മറച്ചുവെക്കാനാവില്ലെന്ന് അലക്സിയ ജസ്റ്റിനോട് പറയുന്നു. നീ റിയാലിറ്റി സ്വീകരിച്ചേ മതിയാവൂ എന്നും അവൾ അറിയിക്കുന്നു. ദിവസം കഴിയുന്തോറും ജസ്റ്റിൻ്റെ അവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു. അവളുടെ മൂക്കിൽ നിന്നും രക്തം ഒഴുകി തുടങ്ങി. പഠനത്തിൽ നിന്നും പൂർണ്ണമായും വഴിമാറി. ഒരു ദിവസം രാത്രി ആൻഡ്രിയയും ജസ്റ്റിനും മുറിയിലിരുന്നപ്പോൾ ജസ്റ്റിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നു. അവൾ ആൻഡ്രിയനെ ഭക്ഷിക്കാൻ പലതവണ ശ്രമിക്കുന്നു. അവൾ അവനെ കടിക്കാൻ ശ്രമിക്കുന്നു. ആൻഡ്രിയന് അവളുടെ ഈ സ്വഭാവത്തിൽ സംശയമുണ്ടാവുന്നു. ജസ്റ്റിന് പക്ഷേ ആൻഡ്രിയനെ വേദനിപ്പിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ അവനെ കടിക്കുന്നില്ല. പകരം അവൾ അവളെ തന്നെ കടിക്കുന്നു. ആൻഡ്രിയന് പേടിയാവുകയും അവളോട് ഈ റിലേഷൻ അവസാനിപ്പിക്കാനും പറയുന്നു. കാരണം അവന് അവൻ്റെ ലൈഫ് ഒരു കാനിബോളിൻ്റെ കൂടെ ചിലവഴിക്കാൻ താല്പര്യമില്ലത്രേ. ഒരു ദിവസം രാത്രി ജസ്റ്റിൻ മദ്യപിച്ചതിനാൽ അവളുടെ സ്വബോധം നശിക്കുന്നു. അപ്പോൾ അലക്സി അവളുടെ വിശപ്പകറ്റാൻ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് ഷീ സ്റ്റാർട്ട്സ് ഈറ്റിംഗ് ഡെഡ് ബോഡീസ്. അവൾ മൃതദേഹങ്ങൾ കഴിച്ചു തുടങ്ങുന്നു. സ്കൂളിലെ മുഴുവൻ പേരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ആൻഡ്രിയനും. മാത്രമല്ല അവൻ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് ജസ്റ്റിൻ അറിഞ്ഞപ്പോൾ അവൾക്ക് അലക്സിയോട് വല്ലാതെ ദേഷ്യം വരുന്നു. അവർ 2 പേരും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്പരം അടികൂടുന്നു. അവർ പരസ്പരം വളരെ മൃഗീയമായി പരിക്കേൽപ്പിക്കുന്നു. ശരിക്കും മൃഗങ്ങളെപ്പോലെ തന്നെ അവർ പരസ്പരം കടിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തു. അലക്സിയ ഒരു മൃഗത്തെപ്പോലെ ജസ്റ്റിൻ്റെ മുഖം കടിച്ചു പറിച്ചു. എല്ലാവർക്കും അവരിരുവരുടെയും യഥാർത്ഥ മുഖം വ്യക്തമായി. അവർ അവരെ വെറുത്തു, അവരിൽ നിന്നും ഓടിയകന്നു. ഒരു ദിവസം രാവിലെ ജസ്റ്റിൻ കണ്ണു തുറക്കുമ്പോൾ ആൻഡ്രിയൻ അവളുടെ മുന്നിൽ മരിച്ചു കിടക്കുന്നത് കാണുന്നു. അവൻ്റെ കാലുകൾ ആരോ ഭീകരമായി കടിച്ചു തിന്നിരിക്കുന്നു. ജസ്റ്റിൻ ആ അവസ്ഥ കണ്ട് ഭയപ്പെടുകയും കരയുകയും ചെയ്യുന്നു. അവൾ അവളെ തന്നെ ശപിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്, ഞാൻ എന്തിനാ കാനിബിളായത്, എന്നെ എന്തുകൊണ്ടാണ് തടയാഞ്ഞത് ആൻഡ്രിയൻ എന്നിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ ചിന്തിച്ചത് താനാണ് ആൻഡ്രിയൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ്. പക്ഷേ സത്യം അതായിരുന്നില്ല. അലക്സിയായിരുന്നു ആൻഡ്രിയനെ കൊന്നത്. അവരുടെ കാനിബോളിസം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ കൊലയ്ക്ക് ശേഷം അലക്സിയെ ജയിലിലടച്ചു. അതിനുശേഷം ഒരു വലിയ സസ്പെൻസ് പുറത്തു വരുന്നു. അതായത് അവരുടെ പാരൻസിനും തൻ്റെ മക്കൾ കാനിബൽസ് ആണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ അമ്മ അവളെ വെജിറ്റേറിയനായി വളർത്താൻ ശ്രമിച്ചത്. അവർക്കതിന് സാധിച്ചില്ല. കാരണം അവരും ഒരു കാനിബിളായിരുന്നു. അവരുടെ ഭർത്താവിനെ പോലും ഉപദ്രവിക്കുന്ന ഒരു കാനിബിൾ. എന്നാൽ ജസ്റ്റിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം തന്നെ ജീവിക്കാൻ തയ്യാറായി. കാരണം ഇത് കാനിബിളിൻ്റെ സ്വഭാവമാണെന്നും അത് മാറ്റാൻ സാധിക്കില്ലെന്നും അയാൾക്കറിയാമായിരുന്നു. ജസ്റ്റിൻ കാരണം ഇനിയും ഒരുപാട് പേർ മരിക്കാൻ പോവുകയാണ്. കാരണം രക്തത്തോടും മാംസത്തോടും അവൾക്ക് അടങ്ങാത്ത ആർത്തിയാണ്. അതൊരിക്കലും അവസാനിക്കില്ല. അപ്പോൾ ജസ്റ്റിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ